ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 2ാം വർഷ പരീക്ഷാ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്ന് ഫലം പ്രഖ്യാപിക്കുന്നു. ഹലോ ഗൈസ്, അപ്പോൾ ഗൈസ് ഇന്നാണ് നമ്മൾ 8ാം തീയതി എന്ന് പറഞ്ഞാൽ റിസൾട്ടിൻ്റെ തലേദിവസം. അപ്പം നമ്മൾ റിസൾട്ടിൻ്റെ തലേദിവസം ചില്ല് ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഇനി റിസൾട്ട് വന്നിട്ട് ഞാനും പോകാൻ പറ്റിയില്ലെങ്കിലും അതുകൊണ്ട് ഇപ്പോഴേ വന്നിരിക്കണം. അപ്പം നിങ്ങൾക്ക് എന്താ അഭിപ്രായം റിസൾട്ടിനെ കുറിച്ച്? നല്ല അഭിപ്രായമാണ്. എന്താ അഭിപ്രായം? ഭക്തിയുടെ നല്ല അഭിപ്രായം മാർഗത്തിലാണ് ഞങ്ങളിപ്പോ. അതെ, ഞങ്ങള് അതുകൊണ്ട് തന്നെ ഇടപ്പള്ളിയിലൊക്കെ ഭക്തിപൂർവ്വം ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുകയാണ് ഗൈസ്. നിങ്ങളെ കാണിക്കാൻ ഞാൻ വാ. ഇതാണ് ഗൈസ് പാർവതിയുടെ അനിയൻ. നല്ല ടേസ്റ്റ് ഉണ്ട്. ആ മറ്റേ സാധനം കിട്ടും, കസ്കസ്. ഇല്ല, നമ്മള് തെണ്ടിത്തിരിവാണ് ഇവിടെ. ഇവയ്ക്ക് പുറമെ ഞാൻ തന്നെ ഗവേഷണത്തിൽ കണ്ടെത്തിയ 4 രസങ്ങൾ വേറെയുമുണ്ട്. സൂപ്പർ ആയിട്ടുണ്ട് ഗൈസ്. കുറെ വേനൽക്കാലത്തിന് ശേഷം മഴ. അപ്പൊ ഗൈസ് നമുക്കിനി റിസൾട്ട് വരുമ്പോ കാണാം. ഓയ് സുപാലി, അല്ലടി 4 മണിക്ക്. കൊച്ചു നോക്കട്ടെ, എന്താണ് എനിക്ക് പഠിക്കാൻ വേണ്ട, ഒന്നും വേണ്ട, തിന്നുക, ഉറങ്ങുക, കിടക്കുക, ഞങ്ങൾക്ക് കളിക്കാം, സ്കൂളിലും പോണ്ട. Here we go again. പറഞ്ഞോ ഇംഗ്ലീഷിന് കണ്ണുപിടിക്കാനല്ലോ. ഇംഗ്ലീഷിന് ഓർമ്മത്തിനാണ്. അപ്പൊ ചെലവുണ്ടോ? ഇംഗ്ലീഷിന് ബാക്കിയില്ലാത്തതിന് പ്ലസ്. ബാക്കിയില്ലാത്തതിന് പ്ലസ്. എന്തായി? ഫുള്ളാണ് മോനെ. പ്ലസ് ആണോ? ഞാൻ പറഞ്ഞല്ലേ ഇംഗ്ലീഷ് എനിക്ക് ഡൗട്ട് ഉണ്ട്. കറക്റ്റ് 19ലേക്ക് ഇത് കറക്റ്റ്. ഇത് 180 താഴെ പോയെങ്കിൽ A+ പോയാൽ ജസ്റ്റ് മിസ്സാണ്. ജസ്റ്റിനെ പക്ഷെ ഇതിനെ കണ്ടോ 96 റഞ്ചൊക്കെ ഞാനൊന്നും എഴുതിട്ടില്ല. എല്ലാം എഴുതി സംശയം. പക്ഷെ നോക്കിയ ടീച്ചർ എന്താണ് അച്ചുവിന് ഫുൾ A+.
മൂഡ് ഓഫ് ഒന്നല്ല, അപ്പൊ വെറുതെ ഇന്നടിച്ച് പൊളിക്കും നമ്മള്. ഫസ്റ്റ് ഇയറിനും ഒക്കെ ഫുള്ളായിരുന്നു. അപ്പൊ ഉറപ്പല്ല പിന്നെ സെക്കൻഡില് എനിക്ക് ഇംഗ്ലീഷിനാണ് ഡൗട്ട് ഉണ്ടായത്. മറ്റേന് എല്ലാത്തിനും അത്യാവശ്യം മാർക്ക് ഉണ്ടായി. ഇംഗ്ലീഷ് കറക്റ്റ് 90 അല്ലേ കിടക്കുന്നത്. ഫ്രണ്ട്സിനെ വിളിക്കാൻ പോണേ. എല്ലാവരും ഗ്രൂപ്പിലിടാന്ന് ഞങ്ങൾ പറഞ്ഞു വിളിക്കലൊന്നും വേണ്ട. അങ്ങനെയൊക്കെ ചോദിച്ചാ പറയാൻ പറ്റൂല. അതാണ് നമുക്കൊരു ഇത് കിട്ടില്ല. എന്നോട് ചോദിക്കും, ഞാൻ പറയാം. ഞാൻ ആലോചിക്കാം. എന്നോട് ചോദിക്കുമ്പോ ഞാൻ പറയും ഞാൻ ആരാണ്. അപ്പൊ ഞാൻ പറയും ഞാൻ ആരാണ്, അപ്പൊ നീ ആരാണ്. പണിയിലാണ് മുംബൈ. എല്ലാം കൂടി നോക്കിയിട്ട് 96% ഉണ്ട്. ഇനിയാണ് യഥാർത്ഥ ക്വസ്റ്റ്യൻ വരുന്നത്. അതാണിപ്പൊ കുറച്ച് ദിവസമായിട്ടുണ്ടല്ലോ ഫോണിൽ ഇങ്ങനെ കുറെ നമ്പറൊക്കെ വരും. അപ്പൊ തന്നെ ഞാൻ അമ്മയുടെ അടുത്തോണ്ട് ഓടിക്കൊടുക്കും. കൊറേ പേര് വിളിക്കുമല്ലോ ഇൻസ്റ്റിറ്റ്യൂഷന്, അങ്ങനെ എന്തോ. അടുത്ത പ്ലാൻ എന്താണ്? എനിക്കറിയാൻ പാടില്ല. ഞാൻ ഡിഗ്രി എടുക്കണം, അത് കഴിഞ്ഞിട്ട് ബാക്കി. അത് കഴിഞ്ഞിട്ട് അപ്പൊ നോക്കും. ഇപ്പൊ നോക്കിയപ്പോ ഒരു പാത്ത് കിട്ടിയപ്പ ഹേനോ ഒരു ഇതില്ലാണ്ടിരുന്ന വെച്ചല്ലേ. പക്ഷെ ഇപ്പൊ അവൾക്ക് ഒരു ഇതായി എന്തൊക്കെയാ പറഞ്ഞ വെച്ചാൽ ഞാൻ എന്ത് ചെയ്യും അവൾക്ക് കുറെ കഴിവുണ്ട്. അതേപോലെ വരണം, അല്ലാണ്ട് എന്ത്. എന്താണ് സ്വീറ്റ്സ്? ഓറഞ്ച് ലഡു പോലെ. അതിനല്ല ഓർമ്മ ഉണ്ട് അച്ചു അച്ഛനെ റാങ്ക് ചെയ്ത് എല്ലാം അറിയണണ്ട. ഞാൻ എന്ത് മാർക്ക് കുറഞ്ഞാലും കൂടിയാലും എല്ലാം നേരിടാൻ വേണ്ടി തന്നെ ഞങ്ങൾ നേരിടാൻ എന്തായത് യുദ്ധവും അങ്ങനെയല്ല. ചില പാരന്റ്സ് ഉണ്ടല്ലോ പിള്ളേരെ കൊണ്ട് മാർക്ക് കുറഞ്ഞാലും അങ്ങനെയാണ് ഇങ്ങനെയാണ് ചെയ്യാനേ കൂടിയെന്നൊക്കെ പറയല്ല. അപ്പൊ പിള്ളേർക്ക് വേറെ മൈൻഡൊക്കെ വരും. ഇപ്പൊ എല്ലാ പാരന്റ്സും നമ്മുടെ ഒരു ലെവലില് വരുന്നുണ്ടെന്നാണ് എന്റെ അപ്പൊ നമ്മള് അങ്ങനെ ഒന്നുമില്ല. ഇപ്പൊ ഇവർക്ക് എങ്ങനെയാന്നറിയോ, ഇവർക്ക് കിട്ടാത്ത അവരുടെ മക്കൾക്ക് കൊടുക്കണമെന്നുള്ള ഒരു ചിന്ത അവർക്ക് ഉണ്ടാവും. അപ്പൊ നമുക്ക് അതിൻ്റെതായ ഒരു ഇത് കിട്ടും. മനസ്സിലായോ? എന്ത് കിട്ടില്ല മനസ്സിലായ. അപ്പൊക്കെ എന്താണ് പറയാനുള്ളത്? പറയാനായിട്ടുള്ള ഒന്നുമില്ല. കാരണം വെച്ചാല് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് നല്ലത്, നിങ്ങളുടെ ഭാവിക്ക് നല്ലത്. ഞങ്ങള് മെയിനായിട്ടെന്ന് വെച്ചാൽ നമ്മള് ഒരു എയിം വേണം, അതിനകത്തോട്ട് നമ്മൾ എത്തിപ്പിടിക്കുക. മനസ്സിലായോ? കിട്ടിയിട്ടൊന്നും പറയാം. അങ്ങോട്ട് കൊണ്ട് എന്നാ വിളിക്കാണ് ഇടക്കിടക്കൊന്ന്. അല്ല റിസൾട്ട് നോക്കിക്കണേ. ഞാനിവിടെ വെയിറ്റ് ചെയ്യണേന്ന് കൊറേ നേരം. പോകാൻ വേണ്ടി തയ്യാറാണ്. അപ്പൊ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. സ്കൂളില് പോണ്ട, പണിക്കും പോണ്ട, റിസൾട്ട് അറിയണ്ട, ഒന്നും ചെയ്യണ്ട. റിസൾട്ട് എന്തായി? എന്താണ് അടുത്ത ഫ്യൂച്ചർ പ്ലാൻ? ജോലി വല്ലതും ആയോ? അങ്ങനെ ആരും ഒന്നും ചോദിക്കാൻ പോണില്ല.